ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പുറത്ത് പോകാൻ പോവുകയാണ് കേട്ടോ. അതായത് എനിക്ക് പല്ല് കാണിക്കാനുണ്ട്. ചെറിയൊരു കേട് വന്നിട്ടുണ്ട് മേലത്തെ പല്ലിന്. അതേപോലെ തന്നെ ഇന്നൊരു മന്ത്ലി ഷോപ്പിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ റെഡിയായി, അമ്മ മുടി വാരിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ അനിയനും റെഡിയായി കേട്ടോ. അവനും റെഡിയായിട്ട് പിന്നെ ഫോണൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും റെഡിയായിട്ട് പോവാൻ നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 30 മിനിറ്റ്സൊക്കെയാണ് കേട്ടോ പോവേണ്ടത്. നമ്മൾ പോകുന്നത് പെരിയാരം മെഡിക്കൽ കോളേജാണ്. പണ്ട് പെരിയാരം മെഡിക്കൽ കോളേജ് എന്നാണ് പേരുണ്ടായത്. ഇപ്പം അതിൻ്റെ പേര് മാറ്റി ഇപ്പം മെഡിക്കൽ കോളേജ് കണ്ണൂർ എന്നാക്കി കേട്ടോ. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലൊക്കെ എത്തി. വലിയ ഹോസ്പിറ്റലാണ് കേട്ടോ. പിന്നെ OP കൗണ്ടറിൽ നിന്ന് അവിടുന്ന് ടിക്കറ്റ് എടുക്കാൻ ഭയങ്കര വലിയ ക്യൂ ആയിരുന്നു. പിന്നെ അങ്ങനെ ഞാൻ ഡോക്ടറൊക്കെ കാണിച്ചു, കേടൊക്കെ അടച്ചു. പിന്നെ പേയ്മെൻറ്റും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ അച്ഛൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടെ ഇങ്ങനെ ഇരുന്നു. പിന്നെ തിരിച്ച് ഇനി പോകുന്നത് ക്യാൻറ്റീനിലേക്കാണ്. അതായത് മന്ത്ലി ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ക്യാൻറ്റീനിലേക്കാണ് പോലെ. അതാകുമ്പം കുറച്ച് എമൗണ്ട് നമുക്ക് കുറഞ്ഞ് കിട്ടും. അങ്ങനെ നമ്മൾ അച്ഛൻ്റെ ക്യാൻറ്റീനിലൊക്കെ എത്തി. അച്ഛൻ ശരിക്കും അധികം നമ്മളെ കൂട്ടാറില്ല കേട്ടോ. കാരണം അവിടുന്ന് കാണുന്ന സാധനമൊക്കെ നമ്മൾ വാരി വലിച്ചെടുത്തിടും. അതുകൊണ്ട് പിന്നെ അധികം അങ്ങനെ കൂട്ടയില്ല. പക്ഷേ ഇന്ന് കൂട്ടി. അപ്പം ഞാൻ വിചാരിച്ചു ജസ്റ്റ് വീഡിയോസൊക്കെ എടുക്കാമെന്ന്. ഞാൻ ആദ്യം തന്നെ ഷാമ്പൂ, നമ്മളെ മോയ്സ്ചറൈസർ ആ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഞാൻ പോയത്. പിന്നെ വീട്ടിലേക്ക് വേണ്ടുന്ന കുറേ സാധനങ്ങളൊക്കെ എടുത്തു. കുറേ വേണ്ടാത്ത സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അച്ഛൻ ആദ്യം അത് തിരിച്ചൊക്കെ ഇടും കേട്ടോ. പിന്നെ നോക്കുമ്പോൾ അവിടെ സിൽക്ക് കണ്ടിരുന്നു. അങ്ങനെ നമ്മൾ ഓറിയോ സിൽക്കൊക്കെ എടുത്തു. പിന്നെ ബില്ലടിക്കാൻ വേണ്ടിയിട്ട് നിന്നു ഗൈസ്. ലിറ്റിൽ ഹേർട്സിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ കുറച്ച് തിരക്കുണ്ടായിരുന്നു, പക്ഷെ ഭയങ്കര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ കാറ് മൊത്തം ഡിക്കി മൊത്തം നിറഞ്ഞു ഗൈസ് സാധനം കൊണ്ട്. പിന്നെ കണ്ണൂരത്തെ സ്പെഷ്യൽ കണ്ണൂർ കോക്ടെയിൽ അവിടെ നിന്ന് നമ്മൾ കുടിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമൊന്നുമല്ല കേട്ടോ ഈ കണ്ണൂർ കോക്ടെയിൽ. പിന്നെ അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ വീട്ടിലൊക്കെ എത്തി. സാധനമൊക്കെ ഫുൾ ഡൈനിങ് ടേബിളിൻ്റെ മേലെ നിരത്തി വെച്ചു. പിന്നെ ഇനി അതൊക്കെ എടുത്ത് വെക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.